ഗുഡ് ഈവനിങ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം അല്ലെ? 9 മണിയായി കൃത്യം നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഒരു ദിവസം 2 കണക്ക് ക്ലാസ് അല്ലെ? മടുത്തു പോവോ നിങ്ങൾ? മടുക്കില്ല എന്ന് കരുതുന്നു. കാരണം നമുക്ക് വളരെയേറെ സമയം കുറവാണ്. പിന്നെ പോരാത്തതിന് നമ്മുടെ ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വന്നിട്ടില്ല. നാളെ അല്ലെ തിങ്കളാഴ്ചത്തേക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. നിങ്ങളതുകൊണ്ട് ബേജാറാവണ്ട, നമുക്ക് കിട്ടും. നമ്മൾ എന്തായാലും 29-ാം തീയതിയാണ് പരീക്ഷ. ഡേറ്റ് മാറ്റമൊന്നും വന്നിട്ടില്ല. മാറ്റം വരാത്തടത്തോളം എപ്പോൾ വേണമെങ്കിലും ഹോൾ ടിക്കറ്റ് വരും എന്ന് പ്രതീക്ഷിച്ച് നമുക്ക് നമ്മുടെ പരിപാടികൾ തുടരാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്നും നാളെയും കൊണ്ട് നമ്മുടെ കണക്കിന്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കും. അപ്പൊ ഇന്ന് നമ്മൾ തീരുമെങ്കിൽ ഇന്ന് തീർക്കും. എന്നിട്ട് നാളെ നമ്മൾ പെഡഗോജിയുടെ ക്ലാസ് രാവിലെ എടുക്കും. അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ അല്ലാത്തൊരു ക്ലാസ് എടുത്തിട്ട് നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ആയിട്ട് ബാക്കി പെഡഗോഗി കൂടെ എടുത്തിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കും. പിന്നെ അവസാന ദിവസമായിരിക്കും നമ്മൾ തമ്മിൽ സന്ധിക്കുക. ഓക്കെ, അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ വീണ്ടും ചെയ്തു പോകുന്നുണ്ട് എന്ന് കരുതുന്നു. ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ അവർക്ക് കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കലണ്ടറിന്റെ കണക്കൊക്കെ ചെയ്തു നോക്കിയാ കിട്ടുന്നുണ്ടോ? യെസ്, 2 പേരുള്ളൂ. യെസ്, എന്തായാലും 2 പേരെങ്കിലും പറഞ്ഞല്ലോ. ഭാഗ്യം. നമുക്ക് കണക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോലിയുടെ കണക്കുകളെ കുറിച്ചിട്ടാണ്. ജോലി, അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഇനി എല്ലാ ടെൻഷനും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ടെൻഷനുകളൊക്കെ മാറ്റിവെക്കുക. നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും നിങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് ഒരു ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് ഞാൻ പറയുന്നത് പോലെ കേട്ടിരിക്കുക. കാരണം ഇന്ന് നമുക്ക് കൂടുതൽ കണക്കൊന്നും ചെയ്ത് പഠിക്കാനൊന്നുമില്ല. ചോദ്യം എന്താണോ ആ ചോദ്യത്തിൽ നിന്ന് എങ്ങനെ ഉത്തരത്തിനെ പിടിച്ചെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. കൂടുതൽ കഥയൊന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ജോലി കണക്കിലേക്ക് പോവാം. എന്താണ് ജോലി കണക്ക്? ഒന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാണ്. ചോദ്യം 1. 12 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ചോദ്യം ഒന്ന് എഴുതിയെടുത്തേ. 12 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ചോദ്യം എഴുതിയെടുത്തെങ്കിൽ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കുവാണ്. ചോദ്യത്തിൽ എന്തുണ്ടോ ആ കാര്യം മാത്രം നമ്മൾ എടുത്ത് താഴേക്ക് എഴുതി വെക്കുക. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? 12 ആളുകൾ ഒരു ഇൻഡിച്ചിന് വേണ്ടി 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പൊ നോക്കി, ആ ജോലി എപ്പോഴും എന്താണ്? തുല്യമാണ് അല്ലെ? 12 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. അപ്പൊ എന്ത് ജോലിയാണെങ്കിലും, അതിപ്പം ബുക്ക് ബൈൻഡ് ചെയ്യുന്നതാവാം, ഇല്ലെങ്കിൽ എന്താണ് കട്ട കെട്ടുന്നതാവാം, ഇല്ലെങ്കിൽ വാർക്കപ്പണിയാവാം, അങ്ങനെ എന്ത് ജോലിയുമാ, ആ ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് നമുക്കറിയുന്നത്. അപ്പൊ 12 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇത്രേ ഉള്ളൂ നമ്മളുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ്? 12 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, ആ ജോലി തന്നെ 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അത്രേ ഉള്ളൂ. അപ്പം 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഈ ചോദ്യചിഹ്നം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ചോദ്യചിഹ്നം നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ എന്ത് ചെയ്യണം? നേരെ ഈ സമത്തിന് കിടക്കുന്നത് ഇപ്പുറത്ത് വന്നാൽ മാത്രം മതി. എന്താണ്? 12 × 25/20. ഒന്ന് ക്രിയേറ്റ് ചെയ്തേ, ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കേ. വെട്ടാവുന്നൊക്കെ നിങ്ങൾ വെട്ടിച്ചത്, എന്നിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്താൽ മതി. അഞ്ചും കൊണ്ട് നമുക്ക് വെട്ടാം അല്ലെ? 4 × 5 = 20, I 5 = 25, 1 4 4, 3 4 12, 3 5 15.
15 days. ഉത്തരം കിട്ടി. ഇത്രയും സിമ്പിൾ ആണ് ഈ ചോദ്യം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മളുടെ പ്രശ്നം വരുന്നത്. അതായത് 12 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചോദ്യം മനസ്സിൽ ആദ്യം വേണം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ആ ചോദ്യത്തിൽ തന്നേക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചു. 12 ആളുകൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, ആ സെയിം ജോലി തന്നെ 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ എന്നറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യം കൂടി നോക്കാം. വളരെ സിമ്പിളാ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വിട്ടുകളയും. ഇരുപത്തിനാല് ആളുകൾ 50 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 40 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 30. 24 ആളുകൾ 50 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 40 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി ചെയ്തു. 30. എന്തോ? 30. ആ, നമുക്ക് നോക്കാം ഇത്തരം ശരിയാണോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത് താഴേക്ക് എടുക്കും. 24 ആളുകൾ 50 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 40 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അല്ലെ? നോക്കാം. 24 ഗുണം 50 ബൈ 40 വെട്ടി ചെയ്യാം അല്ലെ? 10 കൊണ്ട് തന്നെ വെട്ടാം. ഇവിടെ 4, ഇവിടെ 5. ഇനി 4 കൊണ്ട് വെട്ടാം. 1 4 4 6 4 24. 6 ഗുണിക്കണം 5 സമം 30. അല്ലെ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നോക്കാം, വേറൊരു ചോദ്യം നോക്കാം. 16 ദിവസം കൊണ്ട് 15 ആളുകൾ ചെയ്തു തീർക്കുന്ന ജോലി 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 16 ദിവസം കൊണ്ട് 15 ആളുകൾ ചെയ്തു തീർക്കുന്ന ജോലി 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? കിട്ടാനുള്ള സമയമായി ഇല്ലേ? നോക്കിയാലോ? നോക്കാം. യെസ്, സെയിം തന്നെയാണ്. 16 ദിവസം കൊണ്ട് 15 ആളുകൾ ചെയ്യുന്ന ജോലി 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 16 ഗുണിക്കണം 15 ബൈ 12 വെട്ടാം ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 4 വെച്ചിട്ട് വെട്ടാം അല്ലെ? 4 3 12, 4 16, 1 3 3, I 3 15. 4 ഗുണിക്കണം 5 സമം 20 ഡേയ്സ്. സാർ അത് വെട്ടി സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ സാർ. സാർ അത് വെട്ടാൻ അറിയാത്തവര് 16 × 15 ഗുണിച്ചിട്ട്
എന്തോ 16ഉം 15ഉം ഗുണിച്ചിട്ട് ആ ഉത്തരത്തോട് 12 ഹരിക്കുക അല്ലെ? ആ അതില് സുഖം വെട്ടുന്ന ടീച്ചറെ, നമ്മൾ വെട്ടി ശീലിച്ചാൽ മതി. ഏതെങ്കിലുമൊക്കെ 2 സംഖ്യകൾ മേളില് ഇടണം, എന്നിട്ട് അത് ഗുണിതങ്ങൾ കറക്റ്റ് ആയിരിക്കണം, എന്നിട്ട് വെട്ടി ശീലിക്കുന്നതാണ് അതിലും എളുപ്പം. 16 ഗുണിക്കണം 15 എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ 5 10 100 6 5 30, അപ്പം 130 കിട്ടും. 130/12 ഇല്ലേ? അത് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. ഓക്കെ, കിട്ടിയോ 20 days? യെസ്, ശരി. ഇനി ഞാനീ പറഞ്ഞതുപോലെ തന്നെ ദിവ്യ ടീച്ചറെ, ഞാനീ പറഞ്ഞതുപോലെ തന്നെ 16 × 15/12 എന്നുള്ളതിനെ വെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സംഖ്യകൾ വെച്ചിട്ട് വെട്ടണേ വെട്ടാം. ഇപ്പൊ 12ഉം 15ഉം 3ന്റെ ഗുണിതങ്ങളല്ലേ. ഇപ്പം ഒരു എന്താണ് 12-ന്റെ എത്ര 3 ഉണ്ട്? ആ 3 12 ഇല്ലേ? I 3 15. ഇവിടെ ഇങ്ങനെ കിട്ടും. ഇനി 1 4 4 6 4 16 ഇങ്ങനെ കിട്ടുമ്പോഴും ഉത്തരം 4 ഗുണിക്കണം 5 അത് തന്നെ 20 തന്നെ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെട്ടാൻ കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കിട്ടിയോ ദിവ്യ ടീച്ചറെ? കിട്ടി സർ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം എഴുതി വെക്കണം. ഇവിടെ നിങ്ങൾ ഒരു ചതുരം വരച്ചിട്ട് എഴുതി വെക്കണം, ജോലി സ്ഥിരമാണെങ്കിൽ മാത്രം. എന്താണ്? ജോലി സ്ഥിരം ആണെങ്കിൽ മാത്രം. ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ ചെയ്തപ്പോ എന്തായിരുന്നു? 16 ദിവസം കൊണ്ട് 15 ആളുകൾ ചെയ്യുന്ന ജോലി 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അവിടെ ജോലി ഒരു സ്ഥിരമാണ്. ജോലി ഒരു സ്ഥിരമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഇങ്ങനെ ചെയ്യാവൂ. ഓക്കെ, നേരെ എഴുതി ചെയ്യാവൂ. അപ്പം ജോലി സ്ഥിരമാണോ എന്ന് നോക്കണം. ഒരു ജോലി തന്നെയാണോ ഇവര് ചെയ്യേണ്ടത് എന്നൊന്ന് ചോദ്യം എഴുതി ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് നോക്കിയെടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. അയ്യോ, ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ, എടുത്തു. എന്നാ വേണ്ടേ? ഇതാണ് വേണ്ടേ? ഇതന്നെ പിന്നീട് ചെയ്യാലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എഴുതിയില്ല, ജോലി സ്ഥിരമാണെങ്കിൽ മാത്രമുള്ള വരച്ചിട്ട്. കാണാതെ അറിയാൻ ജോലി സ്ഥിരമാണെങ്കിൽ മാത്രമേ. പിന്നെ എന്തിനാ ഇനി ഇത് നോക്കി എഴുതുന്നേ? ഓ, എന്റെ സൂപ്പർ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് എടുത്തു വെക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? എത്രയും ചിന്തിച്ചു. അച്ചടി പോലത്തെ ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് വായിച്ച് മനസ്സിലാവൂ. അടുത്തത് മറ്റൊരു ചോദ്യം നോക്കാം. 20 ആളുകൾ 24 ദിവസം 5 മണിക്കൂർ ജോലി ചെയ്തു. ഇതേ ജോലി 30 ആളുകൾ 8 മണിക്കൂർ വീതം ചെയ്താൽ എത്ര ദിവസം വേണം? ഇവിടെ ഒരു സാധനം അവിടെ കൂടുതൽ വന്നിട്ടുണ്ടല്ലേ, മണിക്കൂർ. കണ്ട, 20 ആളുകൾ 24 ദിവസം 5 മണിക്കൂർ ജോലി ചെയ്തു. ഇതേ ജോലി 30 ആളുകൾ 8 മണിക്കൂർ വീതം ചെയ്താൽ എത്ര ദിവസം വേണം? അപ്പം സംഗതി സെയിം ആണ്. ഒരക്കം അവിടെ കൂടുതൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ജോലി തന്നെയാണ്. ഇതേ ജോലി 30 ആളുകൾ 8 മണിക്കൂർ വീതം. സംഭവം അതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. മണിക്കൂർ എന്ന് പറയുന്ന സാധനം കൂടുതൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ.
അതുപോലെ തന്നെ കിച്ചിക്കോ 20 ആളുകൾ 24 ദിവസം 5 മണിക്കൂർ വീതം ചെയ്യുന്ന അതേ ജോലി എന്ത് ചെയ്യുക 30 ആളുകൾ എന്ത് ചെയ്യണം 8 മണിക്കൂർ വീതം ചെയ്താൽ എന്ത് കിട്ടും? എത്ര ദിവസം എടുക്കും? ഇതാണ് ചോദ്യം. സെയിം ചോദ്യചിഹ്നം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ 20 ഗുണം 24 ഗുണം 5/30 ഗുണം 8. ഇത്രയുള്ളൂ. ഇത് ക്രിയ ചെയ്തു നോക്കാം. നമുക്ക് നോക്കാം. ക്രിസ്റ്റി ടീച്ചർ ഉത്തരം ഇട്ട് ക്രിസ്റ്റി ടീച്ചറാണ് മെടുക്കിയേ. ഇപ്രാവശ്യം ക്രിസ്റ്റി ടീച്ചറിന് എന്തായാലും കിട്ടും. ഞാൻ ശ്രദ്ധിച്ചു, ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു. പത്തും കൊണ്ട് വെട്ടാവുന്ന സംഖ്യകളുണ്ട് അല്ലേ? എന്താണ്? 3, ഇവിടെ 2. ഇനി അതൊക്കെ നമുക്ക് വെട്ടിക്കളയാവുന്നേ. പറഞ്ഞു 8 വെട്ടാം അല്ലേ? 24. ആ, 8 8 26 3 24. താഴെ ഒരു 3 ഉണ്ട്, മുകളിൽ ഒരു 3 ഉണ്ട്. ഒറ്റയടിക്ക് വെട്ടാം. പിന്നെന്താണ്? 2ഉം 5ഉം ആണ് മുകളിൽ മിച്ചം കിടക്കുന്നത്. 2 ഗുണിക്കണം 5 = 10. വെരി ഗുഡ്, വെരി വെരി ഗുഡ്, സൂപ്പർ, അടിപൊളിയല്ലേ? ഒരു സംശയം ചോദിക്കട്ടെ. ഇതിപ്പോ ഞാൻ ചെയ്തപ്പോ ഈ 2 × 3/5/3 എടുത്ത് എഴുതിയിട്ട് 3 വെട്ടും. എങ്ങനെയാണെങ്കിലും ചെയ്യാം. നമുക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതുള്ളൂ. ഞാൻ എളുപ്പത്തിന് കണ്ടത് വെച്ച് വെട്ടിയെന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എളുപ്പത്തിലുള്ള ഗുണിതങ്ങൾ ഉണ്ടെങ്കിൽ വെട്ടുക. ഇനി അല്ലാതെ എടുത്തു വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? പോകാം. ഇനി ഈ ജോലി കണക്കിന് വേറൊരു രീതിയിലുള്ള ചോദ്യം ചോദിക്കേ. അതെങ്ങനെയാന്ന് കാണിച്ചു തരാവേ. അത് ഇങ്ങനെയാണ്. 10 ആളുകൾ 16 ദിവസം കൊണ്ട് 5 മുറികൾ പെയിന്റ് ചെയ്യും. 5 മുറികൾ പെയിന്റ് ചെയ്യും. ഇനി ഇതേ ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? പത്ത് ആളുകൾ 16 ദിവസം കൊണ്ട് 5 മുറികൾ പെയിന്റ് ചെയ്യും. ഇതേ ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ചോദ്യം എഴുതി കഴിയുമ്പോൾ ഒരു തമ്പിടണേ. അപ്പൊ ഞാൻ ബാക്കി പറയാം. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി, തിരക്ക് പിടിക്കാം. യെസ്, ഓക്കെ. തമ്പിട്. ഇവിടെ നോക്കിക്കേ, എന്ത് ജോലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? 5 മുറികൾ പെയിന്റ് ചെയ്യുന്നു. നമ്മളോട് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ നമ്മളോട് ജോലി സ്ഥിരമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5 മുറികൾ പെയിന്റ് ചെയ്യുന്നു. ഇനി ഇതുപോലെ നിങ്ങളുടെ ചോദ്യത്തില് 10 മുറികൾ പെയിന്റ് ചെയ്യുന്നു, 100 ബുക്ക് ബൈൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്ത് ജോലിയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ജോലി എന്ത് ചെയ്യണം? എപ്പോഴും ഹരിക്കാൻ പാകത്തിന് എഴുതണം. നമ്മൾ സംഖ്യകൾ എഴുതുമ്പോൾ ഹരിക്കാൻ പാകത്തിന് എഴുതണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ആളുകൾ 16 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 5 മുറി പെയിന്റ് ചെയ്യുവാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് ഇതേ ജോലി തന്നെ എന്ത് ചെയ്യണം? 20 ആളുകൾ എത്രയോ ദിവസം കൊണ്ട് ഈ 5 മുറി തന്നെ പെയിന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഇവിടെ ഒരു കളം വരച്ചിട്ട് എഴുതി വെച്ചു, മറന്നു പോകാതെ. എന്ത് ജോലിയാണോ അത്
ഹരിക്കാനായി എഴുതുക. വേണം ഒരു ഉദാഹരണം കൊണ്ട് എഴുതി വെച്ചോ. ബുക്ക് ബൈൻഡ് ചെയ്യുക, മീൻ പിടിക്കുക, എന്തെങ്കിലുമൊക്കെ കുറെ ജോലി എഴുതി വെച്ചു. പെയിന്റ് അടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ ജോലികൾ എഴുതി വെക്കുക. അത് എന്ത് ജോലി ചോദിച്ചു തന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഹരിക്കാൻ പറഞ്ഞേക്കുന്നത് ഇന്ന സാധനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 10 ആളുകൾ 16 ദിവസം കൊണ്ട് 10 പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ ഒരു 50 ബുക്ക് ബൈൻഡ് ചെയ്യുന്നു എങ്കിൽ ഇതേ ജോലി 50 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ആ തന്നേക്കുന്ന ജോലി എന്താണോ, അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണോ, അതെന്ത് ചെയ്യുക, ഹരിക്കാൻ ഭാഗത്തിന് എഴുതി വയ്ക്കുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഓക്കെ, കിട്ടിയോ? ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ സെയിം പാറ്റേൺ തന്നെ, അതായത് മുകളിൽ കിടക്കുന്ന ആദ്യത്തേത് അതുപോലെ എടുത്ത് എഴുതുക. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അറിയത്തില്ലാത്തവർ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അറിയാവുന്നവർ നിങ്ങളിത് എഴുതിക്കോ, അറിയത്തില്ലാത്തവർ ശ്രദ്ധിക്കുക. മുകളിൽ കിടക്കുന്ന ആദ്യത്തേത് അതുപോലെ തന്നെ എഴുതുക. എന്താണ്? 10 ഗുണിക്കണം 16. ഇനി സമത്തിന്റെ അടുത്തും അതുപോലെ തന്നെ എഴുതുക. മുകളിൽ കിടക്കുന്ന അതുപോലെ തന്നെ എഴുതുക. 20 ഗുണിക്കണം ഉണ്ട്, അവിടെ സ്പേസ് ഇടുക. എന്നിട്ട് ഈ താഴെ കിടക്കുന്ന 5 ഉണ്ടല്ലോ, ഈ 5 ഇവിടെ ഹരിക്കാനാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഗുണിക്കാനാവും. ഇതെന്ത് ചെയ്യും? ഈ താഴെ കിടക്കുന്ന 5 ഇവിടെ ഹരിക്കാൻ ഇട്ടേക്കുന്നത് ഇവിടെ ഗുണിക്കാൻ ചെയ്യും. അതുപോലെ തന്നെ ഈ താഴെ കിടക്കുന്ന 5 എന്ത് ചെയ്യും? ഇവിടെ ചെയ്യും. എന്ത് ചെയ്യണം? ബൈ എന്ത് ചെയ്യും? എന്നാ പറ്റും? 5. സാറേ അത് ഒന്നും കൂടെ ഒന്ന് പറയാമോ സാറേ? യെസ്. അതായത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. നമ്മള് ഇത് എഴുതുമ്പോ മുകളിൽ കിടക്കുന്ന സംഭവങ്ങൾ, അതായത് നിങ്ങൾ നോക്കിക്കേ, മനസ്സിലാക്കി തരാം ഒന്നും കൂടെ. സമയം ഇത് നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചോദ്യചിഹ്നം കണ്ടുപിടിക്കാനായിട്ടേ, ഈ ചോദ്യചിഹ്നം ഇപ്പുറത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പം ഈ കിടക്കണ 10 × 16 എന്നുള്ളത് ആദ്യം അങ്ങോട്ട് എഴുതുക. 10 ഗുണിക്കണം 16. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സമത്തിന്റെ അപ്പുറത്തുനിന്ന് ഈ 20 ഇപ്പുറത്തേക്ക് വരുമ്പോ അതുപോലെ തന്നെ ഈ 5 എന്ത് ചെയ്യണം? ഈ മുകളിലേക്ക് പോകണം. ഇവിടെ ഹരിക്കാൻ കിടക്കുന്നത് ഇവിടെ ഗുണിക്കണം. സമത്തിന്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഹരിക്കാനാണെങ്കിൽ നേരെ, ഇവിടെ ഗുണിക്കാനാണെങ്കിൽ ഹരിക്കണം. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന 10 16ന്റെ കൂട്ടത്തിൽ ഈ കിടക്കണ 5ഉം കൂടെ വരണം. × 5 ബൈ ഇവിടെ 20 മാത്രമേ ഉള്ളൂ. ഈ താഴെ കിടക്കണ 5 എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് കയറി ചെല്ലും. കാരണം ഇവിടെ ഹരിക്കാനാണ്, അത് മുകളിലേക്ക് വരുമ്പം ഗുണിക്കാനാണ്. ഓക്കെ. സമത്തിന്റെ അപ്പുറം വരുന്നത് ഹരിക്കാനാണെങ്കിൽ ഇപ്പുറം വരുമ്പോൾ അത് ഗുണിക്കാനാണ് എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി. സമത്തിന്റെ അപ്പുറത്ത് വരുന്നത് ഹരിക്കാനാണെങ്കിൽ ഇപ്പുറം വരുമ്പോൾ ഗുണിക്കണം. ഇപ്പുറം ഗുണിക്കാനാണ് കിടക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം? ഹരിക്കണം. ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്രിയ ചെയ്യാം. ചെയ്തോ? ക്രിയ ചെയ്തോ? സാറ് ഉത്തരം 8. നോക്കാം നമുക്ക്. അഞ്ചിനെയും നമുക്ക് വെട്ടാം അല്ലേ? പിന്നെ നമുക്ക് അതുപോലെ 20നെ 10 കൊണ്ട് വെട്ടാം. 1 10 10, 2 10 20. മിച്ചമുള്ളത് 16/2 = 8. ഉത്തരം 8. ഒന്ന് എഴുതി വെച്ചു, വേണം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇനി ഈ അപ്പുറത്ത് വരുമ്പോ ഇപ്പുറത്ത് വരണമെന്ന് ഗുണിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുക? ഇത് മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനില് ചോദ്യചിഹ്നം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 10/16 × 5 താഴെ കിടക്കുന്ന 5 മുകളിലേക്ക് കൊണ്ടുവരണം. പിന്നെ എന്ത് ചെയ്യണം? 20 ഇവിടെ മുകളിൽ കിടപ്പുണ്ട്. ആ 20നെ താഴെ ഹരിക്കാൻ കൊണ്ടുവരുമ്പോൾ അവിടെ 5 നിലവിൽ കൊണ്ട് ആ 5ന്റെ അടുത്ത് ആ 20 കൂടെ ഇടണം. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിച്ചു. അത് നിങ്ങൾ ഇനി അത് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ. ഇനി ഇത് ഞാൻ എങ്ങനെ എഴുതും എന്റെ തമ്പുരാനെ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അറിയത്തില്ലാത്തവർ അങ്ങനെയും വേണമെങ്കിൽ ഓർത്ത് വെച്ചു. ഓക്കെ. സാറേ ഇതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് നിർബന്ധ? അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലാണല്ലോ ആ ചോദ്യത്തിന് അപ്പുറത്ത് വരുള്ളൂ. ഈ ചോദ്യചിഹ്നത്തിനെ നമ്മൾ ഇപ്പുറം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ഈ പണി കണ്ടുപിടിച്ചത്. അല്ല സാറേ, ഇതിപ്പോ 20
അത് കുഴപ്പമൊന്നുമില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എനിക്ക് മനസ്സിലായി. താഴെ 2ഉം 5 വരുള്ളൂ. അല്ലെങ്കിൽ ജോലി സ്ഥിരമാണെങ്കിൽ അത് ഒരേ സംഖ്യ തന്നെ വരുള്ളൂ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്ത് കൊണ്ടിട്ട് ഹരിച്ചാലും മതി. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചപ്പോഴേ 10 × 16 × 5 ഓൾറെഡി അവിടെ നമുക്ക് തന്നിരിക്കണ്ടല്ലോ സംഖ്യ. 10 × 16 × 5 ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കിൽ ഇട്ടിട്ട് 20/5 ഹരിച്ചു. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്താലും മതി. കാരണം ഇവിടെ ജോലി സ്ഥിരമായതുകൊണ്ട് ഓക്കെ, ജോലി നമുക്ക് എപ്പോഴും സ്ഥിരമേ തരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഞാൻ അത്ര അങ്ങോട്ട് എളുപ്പ വഴിയിൽ ചിന്തിച്ചില്ല. ജോലി ഒന്ന് തന്നെ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ വരുള്ളൂ. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്ത വേറൊരു മോഡൽ ചോദിക്കാം. ഇനി വരുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു ചോദ്യം. ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. ഇനി ബി അതേ ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. എന്നാൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി 30 ദിവസം ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. എന്നാൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ദിവസം. എന്തോ 12 ദിവസമാണോ സർ? നോക്കാം. ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്കുണ്ട് ഒരു സമവാക്യം. ഓർത്തിരിക്കുക. ഇങ്ങനെ വരില്ല. ഒരു ദിവസം ഒരു ജോലി ചെയ്തു, ബി ഒരു ദിവസം അതേ ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്തിട്ട് എത്ര ദിവസം കൊണ്ട് കണ്ടുപിടിക്കും? ഇങ്ങനെ ചെയ്യുന്ന ഒരു ചോദ്യം വന്നാൽ ഇതിന് നമുക്കൊരു സമവാക്യമുണ്ട്. AB / A + AB / A + B. എ എന്ന് പറയുന്നത് ആദ്യത്തെ ആള് ചെയ്യുന്ന ജോലി, ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ആള് ചെയ്യുന്ന ജോലി. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ അതായത് എന്ത് ചെയ്യും? 20 ഗുണിക്കണം 30 ബൈ എന്താണ് 20 + 30. ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴത്തത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. 20 ഗുണിക്കണം 30 ബൈ 50. ഇത് വെച്ച് നമുക്ക് വെട്ടത്തില്ലേ? ഈസി ആയിട്ട് വെട്ടാൻ പറ്റുമോ? പറ്റുമല്ലേ? 10 വെച്ച് വെട്ടത്തില്ലേ? 5 10 50, 2 10 20. ഇങ്ങനെ വേണം. ഇനിയും വെട്ടാം. 5 5 6 5 30 സമം 2 ഗുണിക്കണം 6 12. 6 2 12. ഓക്കെ. അപ്പം എ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, ബി അതേ ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു. എങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന് എന്ന് ചോദിക്കുന്നിടത്ത് മാത്രമാണ് ഈ സമവാക്യം ഉപയോഗിക്കേണ്ടത്. AB / A + B. AB /
A+B. ഇങ്ങനെയുള്ളിടത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അല്ലാത്ത എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പരീക്ഷിക്കരുത്. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചു. സാറേ ഇനി മറ്റ് എന്തോ ഇപ്പൊ ഈ 20x30 അത് നമ്മൾ 600/50 വെച്ച് ചെയ്താലും ചെയ്താലും അങ്ങനെയാണ് കിട്ടും. 6×5 30 കിട്ടും. 10×2 60. ശരി ശരി 50 12 പ്രാവശ്യം 600ന്റെ അകത്തുണ്ട്. അങ്ങനെ ചെയ്തതാ. മായ്ക്കട്ടെ, അടുത്ത ചെയ്യട്ടെ, അടുത്ത എഴുതട്ടെ. യെസ്. ഇനി ഇതേപോലെ തന്നെയുള്ള വേറൊരു ചോദ്യമാണ്. 18 ആളുകൾ 24 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ നാലിൽ 3 ഭാഗം 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? പതിനെട്ട് ആളുകൾ 24 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ 1/4 ഭാഗം 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇവിടെ കണ്ടോ, മുഴുവൻ ജോലി ചെയ്യണ്ട, അതിന്റെ 1/4 ഭാഗം ചെയ്താൽ മതി. അത് നിങ്ങൾ സാധാരണ എഴുതുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ എഴുതുക. അത് ഒരേ ഒരു മാറ്റമേ ഉള്ളൂ. എന്താണ്? 18 ആളുകൾ 24 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ 1/4 ഭാഗം, ആ 4ൽ 3 ഇവിടെ എഴുതാം. 4 താഴെ 3 മുകളിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഉത്തരം കിട്ടി. ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? ഈ പറയുന്ന 4ൽ 3ന്റെ 4 താഴെ. പതിനെട്ട് ആളുകൾ 24 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 3ൽ 4 ഭാഗം 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതായത് 12 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് എഴുതുമ്പോ 18 ഗുണിക്കണം 24 ഗുണിക്കണം 4ൽ 3, ഇതിന്റെ വര ഇച്ചിരി ഇങ്ങോട്ട് നീട്ടുക. എന്നിട്ട് ഈ 12നെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ. സംഭവം സിമ്പിൾ. എഴുതി വെച്ചോ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചു അവിടെ എങ്ങനെയാ ഇത് വന്നതെന്നുള്ളത്. ഇത് ചിലപ്പോ അരഭാഗം ചോദിക്കും, ചിലപ്പോ 5ൽ 6 ഭാഗം ചോദിക്കും, ചിലപ്പോ 8ൽ 10ൽ 8 ഭാഗം ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും ഈ പറയുന്ന ഇതേ രീതി ഫോളോ ചെയ്താൽ. ഓക്കെ, ഇനി ക്രിയേറ്റ് ചെയ്തോ. 1 4 4 6 4 24. ഇനി എന്നാ വെട്ടാൻ പറ്റുന്നേ? 12 6 12 നമ്മൾ വെട്ടാം അല്ലെ? 1 6 6, ഈ 6 12. ഇനി 1 2 2 9 2 18. മിച്ചമുള്ളത് 9 ഗുണിക്കണം 3, 3 9 27. യെസ്, ഓക്കെ, കിട്ടുന്നുണ്ടോ അല്ലേ? ഓക്കെ അല്ലേ? കിട്ടാത്തവരൊന്ന് ചെയ്ത് ഉറപ്പിച്ചോ. നിങ്ങൾ തന്നെ ഉത്തരം നോക്കാതെ തന്നെ നിങ്ങളൊന്ന് ചെയ്തോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കൃത്യം മനസ്സിലായിക്കോട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. യെസ്, ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഒരു മോഡൽ ചോദ്യം കൂടി ഉണ്ട്. അത് എഴുതണമെങ്കിൽ നിങ്ങൾ ഒത്തിരി ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊന്ന് ശ്വാസമൊക്കെ വിട്ട് ഒന്ന് എന്താ പറയാ എല്ലാം കൊണ്ടും ഒന്ന് റെഡി ആയിട്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തുടക്കം തൊട്ടൊന്ന് വായിച്ചു നോക്കിക്കോ. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ഇച്ചിരി സമയം എടുക്കുന്ന കേസാണ്. നമുക്ക് ഇതിനു മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇച്ചിരി സമയം വേണം, ഒന്ന് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ശ്വാസമൊക്കെ വിട്ട് ഒരു വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെഡി ആയി. അപ്പത്തേക്ക് ഞാൻ ചോദ്യം ഇവിടെ എഴുതുക.
ചോദ്യം ഇങ്ങനെയാണ്, എ 4 ദിവസം കൊണ്ടും ബി 6 ദിവസം കൊണ്ടും സി 12 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്യും. എന്നാൽ ഇവർ 3 പേരും ചെയ്യാം. ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ നമ്മൾ ഓർക്കും അല്ലെ, നമ്മൾ മുമ്പ് പറഞ്ഞു എ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും ബി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും ചെയ്യുന്നു. എങ്കിൽ ഇവർ 2 പേരും ചേർന്ന് ചെയ്താൽ എത്ര ദിവസം എടുക്കും? അപ്പൊ നമ്മൾ അതിന് സമവാക്യം പഠിച്ചു വെച്ചു, എ ബി ബൈ എ പ്ലസ് ബി എന്ന് പഠിച്ചു വെച്ചു അല്ലെ. എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇതിന്റെ അകത്ത് 3 പേരല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എ ബി സി ബൈ എ പ്ലസ് ബി പ്ലസ് സി ഇങ്ങനെ അങ്ങ് ചെയ്യാം എന്ന് കരുതരുത്, തെറ്റി. ഈ ചോദ്യം നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി റിസ്ക് എടുക്കണം. എന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, 4 നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. എ 4 ദിവസം കൊണ്ടും ബി 4 ദിവസം കൊണ്ടും സി 12 ദിവസം കൊണ്ടും. ഇതും അതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ എഴുതുമ്പോ 4 × 6 × 12/4 + 6 + 12 എന്ന് എഴുതിയിട്ട് ഹരിക്കുക ചെയ്യും അല്ലെ. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം തെറ്റായിരിക്കും. അത് ഉറപ്പായിട്ടും ആ ചോദ്യത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യരുത്. 3 പേര് വന്നാൽ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ LCM മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എന്താണ് LCM? LCM എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ് അതിന്റെ പൊതുഘടകം കാണുന്ന രീതി. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും ചെയ്യുന്ന ജോലി എടുത്ത് താഴേക്ക് എഴുതുക. എ എന്ത് ചെയ്യുന്നു? 4 ദിവസം കൊണ്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ബി എന്ന് പറയുന്നത് 6 ദിവസം കൊണ്ട് ചെയ്യുന്നു. സി എന്ന് പറയുന്നത് 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഇനി ഇതിന്റെ LCM ഒന്ന് കണ്ടു. ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മൾ LCM കാണും. അങ്ങനെ അന്ന എഴുതി പഠിച്ചു നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് LCM നമുക്ക് നോക്കാം. 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇതിന്റെ LCM ഒന്ന് എടുത്തേ. യെസ്, നമുക്ക് നോക്കാം. 2 കൊണ്ട് തന്നെ എടുക്കാം. ഒരു 2 2, 2ന്റെ അകത്ത് 4ന്റെ അകത്ത് 2 പ്രാവശ്യം, 6ന്റെ അകത്ത് 3 പ്രാവശ്യം, 12ന്റെ അകത്ത് 6 പ്രാവശ്യം. ഇനി നമുക്ക് 2 കൊണ്ട് തന്നെ വെട്ടാം. 2 3ന്റെ അകത്ത് ഇല്ല, താഴേക്ക് ഇറക്കി. 6ന്റെ അകത്ത് 3 പ്രാവശ്യം. ഇത് വേണമെങ്കിൽ നമുക്ക് 3 കൊണ്ട് കൂടെ ഒന്ന് വേണം വെട്ടാം അല്ലെ. 3 1 താഴേക്ക് ഇറക്കി എഴുതി. പിന്നെ 3ന്റെ അകത്ത് 1, പിന്നെ 3ന്റെ അകത്ത് 1. അപ്പം 2 × 2 × 3 അല്ലെ. 2 4, 4 3 12. അപ്പൊ LCM എന്ന് പറയുന്നത് 12 ആണ്. എന്താണ് LCM എന്ന് പറയുന്നത്? 12 ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ട എന്താണെന്നറിയാമോ, ഈ നമ്മൾ എഴുതിയേക്കുന്ന സ്റ്റെപ്പ് 2 LCM 12 കിട്ടും. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതേ ചോദ്യത്തിലെ സാധനങ്ങൾ തന്നെ എടുത്തിട്ട് ഒന്നോടെ ഒന്ന് താഴേക്ക് എഴുതണം. A = 4, B = എത്രയാ 6, C = 12. ഇനി ഈ 12 എന്ന് പറയുന്നതിന്റെ അകത്ത് ഇതൊക്കെ എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് നോക്കാം. ഈ പറയുന്ന 4 12-ൽ എത്ര പ്രാവശ്യം ഉണ്ട്, 6 12-ൽ എത്ര പ്രാവശ്യം ഉണ്ട്, 12 12-ൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കാം. അതായത് ഇവരെല്ലാം ചെയ്യുന്ന ജോലി നമ്മൾ ക്രമപ്പെടുത്തുവാണ്, ഒരുമിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് താഴേക്ക് എഴുതുക. എന്നിട്ട് LCM കിട്ടിയേക്കുന്നതിന്റെ അകത്ത് ഇതൊക്കെ എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് നോക്കുക. 4 12-ൽ എത്ര പ്രാവശ്യം ഉണ്ട്?
3 പ്രാവശ്യം ഇങ്ങനെ തന്നെ എഴുതി പോണം കേട്ടോ, തെറ്റിക്കരുത്. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലുത്. 89 മാർക്ക് നിൽക്കുന്നവന് ആ ഒരു മാർക്ക് മതി 90 കിട്ടാൻ. അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണേലും ഇതൊന്ന് ചെയ്ത് ശീലിക്കുക. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതണ്ട, ഞാൻ ഇച്ചിരി പതുക്കെ പരത്തി പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഓക്കെ, 4 12ന്റെ അകത്ത് 3 പ്രാവശ്യം, 6 12ന്റെ അകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. 12 12ന്റെ അകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 1 പ്രാവശ്യം. ഇതൊന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് അടിയിൽ വരയിടുക. എന്നിട്ട് ഈ കിട്ടിയേക്കുന്ന സംഖ്യകളൊന്ന് കൂട്ടി എഴുതുക. ഇതൊന്ന് കൂട്ടുമ്പോ എത്ര കിട്ടും? 6. യെസ്, 3 2 5 ഈ കിട്ടിയേക്കുന്ന ഉത്തരം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പം വേണം. ഇതെന്താ ഈ കിട്ടിയേക്കുന്നതെന്ന് അറിയാവോ? എന്താണ്? ഒരു ദിവസം 6 ഭാഗം ജോലിയാണ് ഇവര് 3 പേരും കൂടെ ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം 6 ഭാഗം ജോലിയാണ് എന്ത് ചെയ്ത് ഈ 3 പേരും കൂടി ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ഈ 6. ഇനി നമ്മുടെ സ്റ്റെപ്പ് 3 എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടിയേക്കുന്ന ഈ LCM-നെ എന്ത് ചെയ്യണം? ഈ കിട്ടിയേക്കുന്ന ജോലി കൊണ്ട് ഹരിക്കണം. LCM 12 ആണ്. അതുപോലെ ജോലി എന്ന് പറയുന്നത് എന്താണ്? അവർ 3 പേരും ചേർന്നിട്ട് ഒരു ദിവസം 6 ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉത്തരം എത്ര വരും? 2 ഡേയ്സ് കൊണ്ട് ഇവര് 3 പേരും ചേർന്ന് ഈ ജോലി ചെയ്തത്. 3 സ്റ്റെപ്പിലാണ് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നത്. മറ്റേ പോലെ AB/A+B പറയുന്ന പോലെ പറ്റത്തില്ല. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് പറ്റത്തില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ വരുവാണെങ്കിൽ ABC/A+B+C തെറ്റിക്കാതിരിക്കാനാണ് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് 4 ഗുണിക്കണം 6 ഗുണിക്കണം 12 ബൈ 4 + 6 + 12. ഇത് നമുക്ക് കൂട്ടുമ്പോൾ 4 ഗുണിക്കണം 6 ഗുണിക്കണം 12 ബൈ 6 4 10 10 22. ഇത് നമുക്ക് ഗുണിച്ച് കിട്ടുമ്പോൾ 22 കൊണ്ട് നമ്മൾ ഹരിച്ച് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു 13 പോയിന്റ് സംതിങ് ആയി. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മെത്തേഡ് 2ൽ കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യരുത്. ചിലപ്പം A ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, B ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, C ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, D ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ 4 പേരുടെ വേണം ചോദിക്കാം. ഇനി ഇതിന് പകരം Aക്ക് പകരം സജിനി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, സജിന ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, വിനയ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു, ഷീബ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഓരോരുത്തർക്ക് ഓരോ ചരം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2ന് മുകളിലുണ്ടെങ്കിൽ ഈ പറയുന്ന സമവാക്യം തെറ്റാണ്, അത് ഉപയോഗിക്കരുത്. 2 എണ്ണം വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. 2ന് മുകളിൽ ഉണ്ടെങ്കിൽ താഴെ എഴുതുക, LCM കാണുക. LCM കണ്ടതിന് എന്ത് ചെയ്യുക? ആ LCM-ന്റെ അകത്ത് ഇത് ഓരോന്നും എത്ര പ്രാവശ്യം വെച്ച് പോകുന്നുണ്ടെന്ന് നോക്കുക. ആ പോകുന്ന സംഖ്യകൾ എടുത്ത് താഴെ എഴുതുക, അതിനെ കൂട്ടുക, എന്നിട്ട് LCM-ന്റെ അകത്ത് എന്ത് കിട്ടുന്നോ അതുകൊണ്ട് ഹരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവർ എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ചോദ്യം കലാശക്കൊട്ടിന്റെ അന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇവർ എൻ്റെ അടുത്ത് ഈ ചോദ്യം തരികയും ചെയ്തു, ABC എന്ന് പറഞ്ഞിട്ട്. അതേ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വരികയും ചെയ്തു. പക്ഷെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ആകെ സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി സമയമെടുത്ത് ഈ ABCയുടെ ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചു ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോക്കോ, നിങ്ങൾക്ക് ഒരു ചോദ്യം ഷുവറായിട്ടും വരും. നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ജയിക്കാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ഈ ജോലി സമയം ഇതിന്റെ അകത്ത് കൃത്യമായിട്ടും വരും. 100% നിങ്ങൾക്ക് ഇത് കൂടുതൽ ചോദ്യം വരും. 12 എങ്ങനെ എഴുതി? എന്തോ? 3 4 പറഞ്ഞു. രീതി തന്നെയാണ് അല്ലേ? എന്തോ? 12 എങ്ങനെ എഴുതി? ഈ 12 നമ്മൾ LCM എടുത്തു. ഈ പറയുന്ന 4 സംഖ്യകളിൽ LCM എടുത്തു, അങ്ങനെ 12 കിട്ടി. റീന ടീച്ചറിന്റെ സംശയം ചോദിച്ചോ? എന്നാ പറഞ്ഞേ? റീനു മോളെ, റീനു മൈക്ക് ഓണാണ്. എന്തെങ്കിലും പറയാണ്ട പറയൂ.
സാറേ നെറ്റ് പോയതാ. അതെ, 4-5 പേര് ആണെങ്കിലും ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ? ഇതേ രീതി തന്നെ. നമ്മളെ LCM കാണുമ്പോ അത്രയും പേരെ വെച്ച് കാണണമെന്ന് മാത്രം. ഓക്കെ. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ? ഉറപ്പല്ലേ? യെസ്. അപ്പം ഞാൻ നിങ്ങളെ ഒരു ചോദ്യവും കൂടി ഒരു ഭാഗവും കൂടി പഠിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ് വന്നത്. വേഗത, ദൂരം, സമയം. പക്ഷെ അതിനുള്ള സമയമില്ല. അത് ഞാനിപ്പോ പഠിപ്പിച്ചാലും വേഗത പഠിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് 10 മണി കഴിയും. 10 മണിക്ക് ശേഷം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു മൂഡ് കിട്ടില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമ്മൾ നാളെ രാവിലെ വീണ്ടും സന്ധിക്കുന്നു. അതുവരെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. ഇന്ന് രാവിലത്തെ ക്ലാസ് നിങ്ങളുടെ ആപ്പിൽ വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ അതായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അത് വന്നിട്ടില്ല, അതൊരു ചെറിയ എററായിപ്പോയി. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു എറർ വന്നു. അതുകൊണ്ടാണ് 2 മണിക്കൂറിനകം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്തത്. അത് ഞാൻ ഉടനെ തന്നെ പരിഹരിക്കും. ആ പരിഹരിച്ചത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇടുകയും ചെയ്യും, താമസമൊന്നുമില്ല. പിന്നെ നാളെ ശനിയാഴ്ചയാണ്, നാളെ അവധി ദിവസമാണ്. നാളെ അവധി ദിവസം ആയതുകൊണ്ട് നാളത്തെ രാവിലത്തെ ക്ലാസ് നമ്മൾ 8 മണിക്കായിരിക്കും ആരംഭിക്കുക. 7:30-ക്കല്ല, 8 മണിക്കായിരിക്കും ആരംഭിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം, ഇന്ന് രാവിലെ ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അപ്പൊ നാളെ നമ്മൾ 8 മണിക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. ആ 8 മണി സമയത്ത് നമ്മൾ തുടങ്ങും. ഒരു 9-9:15 ആകുമ്പോഴത്തേക്ക് ഞാൻ അതും കൂടെ പഠിപ്പിച്ച് തീർക്കും. അതിൻ്റെ അകത്താണ് നമ്മൾ ട്രെയിനിന്റെ ഒക്കെ സമയം പഠിക്കുന്നതൊക്കെ അതിൻ്റെ അകത്ത്. അപ്പൊ അത് നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഒരാള് എക്സിൽ നിന്നും വൈയിലേക്ക് ഇത്ര സമയം കൊണ്ട് പോകുന്നു, വൈയിൽ നിന്നും തിരിച്ചിത്ര സമയം കൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ നാളെ ആയിരിക്കും നോക്കുക. നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എളുപ്പമാക്കി തരാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു 20 മാർക്കിനുള്ള നിങ്ങളെ പഠിപ്പിച്ചു. ഇനി നാളെ കൊണ്ട് ഞാനൊരു 2 മാർക്കിനുള്ള കൂടെ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഒരു 22 മാർക്ക് കണക്കിന് കിട്ടണം, 100% കിട്ടണം. നിങ്ങൾ മെനക്കെട്ട കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കി വിഷയങ്ങൾ പഠിക്കാതിരിക്കരുത്. നാളെ നിങ്ങൾക്ക് 10 മണിക്ക് ഒരു പരീക്ഷ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇംഗ്ലീഷിന്റെ. ആ ഇംഗ്ലീഷ് എഴുതുന്നവർ ആ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ട് വേണം നാളെ രാത്രിയിലത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഇന്നത്തെ പരീക്ഷയുടെ ആൻസർ കീ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ഒരു ചെറിയ പരിപാടിക്ക് പോയപ്പോൾ ടീച്ചർ വന്നു കഴിയുമ്പോൾ തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം ഞാൻ അത് ഇടാമെന്നും പറഞ്ഞിരുന്നു. എന്റെ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഇടുകയും ചെയ്യും. ഓക്കെ, വേറെ പെൻഡിങ് ഒന്നും ഇല്ലോ നമ്മൾ തമ്മിൽ? സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, എന്തോ കേട്ടില്ല. ദിവ്യ ടീച്ചർ ചോദിച്ചായിരുന്നു. ഓരോരുത്തർ ചോദിക്കും, പലരും ചോദിക്കുമ്പോ എനിക്ക് കിട്ടിയല്ല. ദിവ്യ ടീച്ചർ എന്നാ പറഞ്ഞു? ഞാൻ എടുക്കും. അത് ഞാൻ എടുക്കും. നാളത്തെ ക്ലാസ് കഴിയുമ്പോൾ അതും കൂടി എടുത്തിട്ടേ പോകും. എനിക്ക് 4-3/4 മണിക്കൂർ മതി. വേഗത പഠിപ്പിക്കാൻ ഒരു 3/4 മണിക്കൂർ മതി. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പെഡഗോജി പഠിപ്പിക്കാം. ഇല്ലേ മറ്റന്നാൾ ആളും പഠിപ്പിക്കാനേ സമയമുണ്ടല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ ടീച്ചിങ് പ്രാക്ടീസോ ടീച്ചിങ് കോഴ്സോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ മാക്സിമം ക്ലാസ് തരാൻ, ഇനി ഏതെങ്കിലും ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് സമയം തരും. ആ സമയത്ത് നിങ്ങൾ അനുസരിച്ച് കയറിക്കോണം കേട്ടോ. അവധി ദിവസമാണ്, പരീക്ഷയ്ക്ക് എന്തായാലും മാറ്റം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ. താങ്ക് യു സാറേ സാറേ